ഹായ് ഗായ്സ്. ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അതിഥികൾ വരും. നമ്മളുടെ ഒരു കുട്ടി നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി കല്യാണം കഴിക്കാൻ പോവുകയാണ്. അവൻ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട്. അത് നേരിട്ട് നമ്മൾ ഓൾഡ് സ്കൂൾ ബോയ്സിനെ എല്ലാവരും നേരിട്ട് വിളിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ വരികയാണ്. ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ നമുക്ക്. പിന്നെ ഞങ്ങളുടെ സഹപാഠിയായ സരിനും കല്യാണം കഴിക്കും. അപ്പൊ അവര് രണ്ടുപേരും കല്യാണം വിളിക്കാൻ വരുമ്പോ നമ്മള് അവര് വെറും കൈയോടെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഒരു ആദ്യ മര്യാദ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീകാന്ത് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് അല്ല, നമ്മളെല്ലാരും കൂടി സ്പെഷ്യൽ ഫ്രൂട്ട് അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. തായ്ലാൻഡിൽ നിന്ന് വരുത്തിയ ഫോർ വിശേഷ അവസരങ്ങളിൽ മാത്രം വിശേഷ അവസരങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു സാധനം നമ്മൾ പോക്കിയിട്ടുണ്ട്. ഇത് പുല്ല് ഇന്നലെ റൂമിൽ വെച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എടുത്ത് വെളിയിൽ കൊണ്ട് ഞാൻ വച്ചിരുന്നു. അതിന്റെ സുഗന്ധം മനം മയപ്പിക്കുന്നു. ഇതിന്റെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ സ്മെല്ല്, ഡൂരിയാൻ. പക്ഷെ അത് മലയാളത്തിൽ കണ്ട അതിന്റെ 3 ലെയറാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അതിന്റെ മണം നമ്മളെ പുറത്ത് മയക്കുന്നു. കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. ചക്കപ്പഴം പോലെ ടെക്സ്ചറാണ്. പക്ഷെ അവന്മാർക്ക് അറിഞ്ഞൂടെ ഇത്. അപ്പൊ അവന്മാർക്ക് വേണ്ടി നമുക്ക് മണപ്പിച്ച് സർപ്രൈസ് പോകും തോന്നുന്നു. കാര്യം ഈ ലൊക്കാലിറ്റിയിൽ എത്തുമ്പോ തന്നെ അവർക്ക് ഈ സാധനം എന്താണെന്ന് പിടികിട്ടും, വാസന കിട്ടുന്നുണ്ട്. അല്ല, അവർക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടല്ലോ. അവര് വേറെ എന്തെങ്കിലും മണമാണെന്ന് വേറൊരു വെർഷൻ സാധനമാണ്. അപ്പൊ നമുക്ക് ആദ്യം കുട്ടിയുടെ വിഭവങ്ങൾ നമുക്ക് കഴിക്കാം. എന്നിട്ട് അതിനിടയ്ക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അപ്പൊ അങ്ങോട്ട് വീഡിയോ തുടങ്ങിയാലോ. എല്ലാരെ കൊണ്ടുണ്ട്. ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ഒരു മാസത്തെ സാധനം ഞാൻ വാങ്ങിച്ചു. നിന്റെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി. ഇത് ലൈഫ് ഓഫ് ഷോർട്ട് ഗേൾ എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തെ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ പയ്യന്റെ കുക്കിങ്ങിലോട്ട് കിടക്കാം അല്ലേ? കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടി കുട്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കല്യാണം വിളിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് ചോദിക്കരുത്. ഞാൻ ലുലുവിൽ പോയി എന്റെയൊക്കെ ദാസനെ എന്നാലും പറഞ്ഞു കൊടുക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. ചിക്കൻ നഗറ്റ് ഷവർമ. ചിക്കൻ നഗറ്റ് ഷവർമ. ഓ, ഇപ്പൊ ചിക്കൻ നഗറ്റ് ഷവർമ റോൾ അല്ലേ? ഷവർമ റോൾ. അത് റൗണ്ടിൽ റോൾ ചെയ്യുന്നതുകൊണ്ട് റോള്. അത് നർമ്മത്തിൽ പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ പ്ലേറ്റ് അതും കൂടെ പറയണം. ഇതെന്താ ഉണ്ടാക്കാണ്ട് ഇതെല്ലാം റെഡി ടു മേക്ക് അല്ലേ? അപ്പൊ അത് ഉണ്ടാക്കണ്ടേ? ഫോമിലാക്കണമല്ലോ. നമ്മുടെ കുക്കാണ് വീഡിയോ. മിക്സ് യുവർ ഓൺ സാലഡ്. ഇതെടുത്ത് റോളിന്റെ അകത്ത് വെച്ച് അതും കൂടെ പൊരിച്ച് അതിന്റെ അകത്ത് ഇട്ട് കത്തിയുടെ ആവശ്യം പോലും ഇല്ല. കത്തിയുടെ ആവശ്യമുണ്ട്. ഇത് എണ്ണ മുറിക്കണ്ടേ? അപ്പോൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവൻ കുക്കിംഗ് തുടങ്ങിയപ്പോ തന്നെ നമ്മളുടെ അടുത്ത കൂട്ടുകാരനും നമ്മളെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട്. അടുത്ത കല്യാണം ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. എണ്ണ ചെറുതായിട്ടും തണുത്തു പോയി. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ നഗറ്റ്സ് ഫ്രീസറാണ്, നമുക്ക് ലുലുന്ന് കിട്ടും, വാങ്ങിച്ചാൽ മതി. റെഡി ടു ഈറ്റ് ആണ്. എണ്ണ തിളപ്പിക്കുക, ചൂടാക്കുക, ഇടുക, പരിപാടി കഴിഞ്ഞു. ചെറുതാണെങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് വാക്യത്തിൽ പ്രയോഗിക്കുക. ഇതിന് പ്രോപ്പറായിട്ടുള്ള വേവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത് കാരണം നല്ലൊരു നിരീക്ഷണ ബോധത്തോടുള്ള ദാസേരനെ കൂട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണ ചൂടായെന്ന് കൈതൊട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് തോന്നുന്നു. ഡയലോഗ് അടിക്കാൻ എടാ, പിന്നെ ലവ് മാരേജ് ആണ് ഇത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ലൈഫിൽ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞ വിളിക്കല. അത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പൊ പറഞ്ഞ് അതൊരു 2-3 വർഷം അങ്ങനെ പുറകെ പോയി നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്കും പോയി, അവളുടെ വഴിക്കും പോയി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെ വീണ്ടും കണക്റ്റ് ആയി. അപ്പോൾ പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ ആലോചിച്ച് അപ്പൊ ഞാൻ ആ ഒരു സാധനം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ, ഫസ്റ്റ് ലവ് ആണല്ലോ, പക്ഷെ അതാകുമ്പോ എന്നെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാം. എന്റെ സകല സ്വഭാവം അറിയാം, എന്റെ സകല സ്വഭാവമൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട്
അതാണ് ഏറ്റവും വലിയ അതവളെ സമ്മതിക്കണം. അവള് പറയണതറിയാ, ഞാൻ എപ്പോ നോക്കി ഏത് പെമ്പിള്ളേരെ കൊടുത്തായിരിക്കും നോക്കറിയാം. ഇല്ലില്ല, ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ സാധനം എടുക്കണം. മതി ആയില്ലേ? വെന്താണോടാ ചിക്കൻ? നല്ല സ്കില്ലാണ്. എടാ ഇവന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഷെയ്ക്ക് കട ഇത് അവിടുത്തെ കഫ വളർന്നതാണ് അവന്റെ ആഗ്രഹം. കഫേ ഹൈവേ വരുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ടേ തുടങ്ങിപ്പോയാന്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഡിലേ കാരണമാണ് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നിനക്ക് തുടങ്ങാനുള്ള ഒരു പറയാൻ പറ്റത്തില്ല. അല്ല, അവള് വന്നതിന്റെ ഐശ്വര്യം ഉണ്ട് കേട്ടാ. ഞാൻ ആ പെണ്ണ് കാണാൻ പോയതിന്റെ റീൽ ഇട്ടത് 1 മില്യൺ ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോഴേ അവള് അങ്ങ് അവസരങ്ങളൊന്നും പയ്യൻ കളയുന്നില്ല. 1 മില്യൺ ഒക്കെ അല്ലാതെ അവൻ അടിക്കും. ഐശ്വര്യമില്ലെന്നാണ് നീ പറയണല്ലേ? നീ പറഞ്ഞു അല്ലെങ്കിൽ അടിക്കോ ചോദിച്ചു. കയ്യിൽ നിന്ന് പോയി കേട്ടോ. അവന്റെ മോൻ നല്ല സൂം ചെയ്തെടുത്തു. അങ്ങനെ നഗറ്റ്സിന്റെ ലാസ്റ്റ് ബാച്ചും കൂടെ ഇവിടെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി സപ്ലിമെന്ററി വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. അഴിവൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കൈയടിച്ചില്ല. ഇതെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ തന്നെ കമന്റ് ചെയ്യുന്നവർക്ക് അവിടെ ഉണ്ടോ? നീ ഓൾറെഡി ഇത് പറഞ്ഞില്ലേ, പിന്നെ നിന്റെ കമന്റ് ചെയ്യണേ? ചുമ്മാ അതിരി തുടച്ചോട്ടാ. മണ്ണ് ക്രിസ്പി ആക്കണ്ട. നമ്മള് ഹൈജീനിക് ആണ് എപ്പോഴും, അതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ ക്രിസ്പി ആക്കണ്ട. ഉല്ലുവിന്റെ ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് സൈഡിക്കണം. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വയറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് ഒരുമിച്ച് കിടക്കാം. നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ്. എന്തിന് വയല എന്തിന് അതൊക്കെ ടിസ്റ്റാണ്. അവസാനത്തേക്കാണ് ടിസ്റ്റുകളാണ്. നമ്മൾ നോർമൽ സാധനമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ മലയാള തനിമയും ഫോറിൻ കൺട്രിയും കൂടെ ഒരുമിച്ചൊരു സങ്കര ഇനത്തിനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും പറയാതെ നമ്മൾ സങ്കര ഇനം. വാഴയില കഴിവുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഫോറിനിൽ കഴിവാറില്ല. അവിടെ എല്ലാം പേപ്പറാണ്. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചേടാ? അങ്ങനെ എനിക്ക് ഞാൻ ലുലു പോയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ സാധനം ചെയ്താലും തോന്നി. അപ്പൊ തന്നെ അതിന്റെ സാധനങ്ങൾ അതെനിക്ക് ജന്മനാ കിട്ടിയതാണ്. കല്യാണി രാഗത്തിൽ ഒരു ചളി പറയാൻ പറഞ്ഞപ്പോൾ നീ മറ്റേ സ്റ്റാൻഡപ്പിൽ പോയി കേറാ. നമ്മൾ ഇല വാട്ടാൻ പോകുന്ന ഒരു ഫുൾ ഇല എടുത്തിരിക്കാൻ വാട്ടാൻ വേണ്ടിട്ട്. സൈഡില് മയണൈസ് ഒക്കെ ഇരിപ്പുണ്ട്. മയണൈസ് ആണ്. അതൊക്കെ പോട്ടെ. ഈ ഇത് കഴുകിയ രണ്ടുപേരും അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷവർമ ഫില്ല് ചെയ്യാൻ രീതിക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ബാക്കി സാധനങ്ങളെല്ലാം വെച്ച് ഫില്ല് ചെയ്തെടുക്കുള്ളൂ. ഫസ്റ്റ് നഗറ്റ്സ് കട്ട് ചെയ്യണം. ഇത് സമയം എടുക്കും കേട്ടാടാ. ഒരാളൂടെ ചോപ്പറിലിട്ട് അടിച്ചു കൊടുത്താൽ. അപ്പോൾ നഗറ്റ്സ് മുറിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഭയങ്കര സ്പീഡായിരുന്നു നഗറ്റ്സ് മുറിക്കാനായിട്ട്. പിന്നെ അത് പാത്രത്തിലേക്ക് ആക്കി ഇതിൻ്റെ കൂടെ നമ്മൾ വെജീസും അതിൻ്റെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യണ്ടേ. 0.5 ഇട്ട് സംസാരിച്ചാണ്. ഓക്കെ, നഗറ്റ്സിന് ഇട്ടിട്ട് പാത്രത്തിലിട്ട് നമുക്ക് മറ്റേ വെജീസ് ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ 1 ആയി. ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സംഭവം കൊള്ളാം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക, പൊരിക്കുക, അരിഞ്ഞ് തള്ളുക, ബാക്കി വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തുള്ള ടിസ്റ്റ് ഇതിൽ വന്നിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള സാധനം വന്നിട്ടില്ലല്ലോ ഇതുവരെ. സാധനം വരുമ്പോ ഒന്നുകൂടെ പറയാം. അല്ല, നിങ്ങൾക്ക് തരാനുള്ള കല്യാണക്കാടിയുടെ വന്നിട്ടില്ലല്ലോ. പോയി.
താഴെ കുറച്ച് സ്ഥലമല്ലേ? ഓക്കെ. കുട്ടിക്ക് സത്യം പറഞ്ഞ മെയിൻ അല്ല കുട്ടിക്ക് അറിയാവൂ. ഇത് ഷെഫിനെ കൊണ്ടാണോ എന്തൊക്കെയോ ഇതിനകത്ത് ഇടുകയാണ്. ഇത് മറ്റേ എന്തൊരു മറ്റേ ചുമന്ന മയണൈസ്. പക്ഷേ ഇത് സീസണിങ് 1000 ഐലൻഡ് സീസണിങ്. അവിടെ അതിന്റെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ പറഞ്ഞു അല്ല അത് അവന് ആവശ്യമുള്ള അത് അവൻ ചോദിച്ചു വാങ്ങിച്ചു. അത് അവന്റെ വഴിക്ക് വിട്ടേ തടയണ്ട. മയണൈസ് എഗ്ലെസ് ആണോ എഗ് ആണോ അങ്ങനെ അവന് പറഞ്ഞു ഇത് പറഞ്ഞു വരുന്നപ്പോ അല്ലെങ്കിൽ വേണ്ട. എനിക്ക് മനസ്സിലായി അത് എഗ്ലെസ് ആണ്. അതെങ്ങനെ മനസ്സിലായി? വെള്ള കളറല്ലേ? സെപ്പറേറ്റ് വെള്ള കളറിലുള്ള എഗ്ലെസ്. അപ്പൊ മഞ്ഞ കളറിൽ മഞ്ഞ രസം. വിടാം അത് വിടാം. എടാ ഇപ്പൊ സോറി ഐ ആം സോറി. ഞാൻ ഈ എപ്പിസോഡ് ആരും നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. നമ്മൾ പൊതുവെ ഇങ്ങനെ അല്ല. ഇത് ഇന്നൊരു ചേഞ്ച്. ആദ്യമായിട്ട് കാണുന്നവർക്ക് മറ്റ് അപ്പൊ നമ്മുടെ ഫില്ലിങ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലുലുന്ന് വാങ്ങിച്ച കുബൂസ്. അത് ചൂടാക്കണോ? ചൂടാക്കി കഴിഞ്ഞാൽ പൊങ്ങി വരും. ഫസ്റ്റ് നമ്മള് മയണൈസ് അതില് ഇങ്ങനെ നന്നായിട്ട് പെരട്ടണം. ഇനി നമ്മൾ അതില് ഫില്ലിങ്സ് കയറ്റുകയാണ്. വലുതായി പോയി. വലിയ സ്പൂൺ എടുക്കാനുള്ള എടാ ഒരാൾക്ക് 4 പീസ് മതി കേട്ടോ. മറ്റേ ഇത് വെക്കണില്ലേ? ഒരാൾക്ക് 4 വെള്ളരിക്ക നിങ്ങൾ തോക്കി കയറി വെടിവെക്കാതാ. എടാ ഇന്ന് നീ ചിത്രത്തിലില്ല. തരുമ്പോ തിന്നാ മതി. അതപ്പോ മോഹൻലാലിവിടെ പോകും. നമുക്ക് ഒരുമിച്ച് ഈ വെള്ളത്തിലേക്ക് അല്ല ഈ ആശിമാണടാ വല്ല പറയണേ നീ അവന് വെള്ളത്തിലിറങ്ങിയ അമീബ മണ്ടയ്ക്ക വെള്ളരിക്ക, ക്യാബേജ്, നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് ഇല്ലേ? കട്ട് ഫ്രൂട്ട്സ് ആണ്. സോറി, കട്ട് വെജിറ്റബിൾസ്. സോറി, എറണാകുളത്തൊക്കെ ഇത് ഫ്രൂട്ട്സ് ആണ്. ഓ ഓക്കെ അടുത്ത ഫ്രഞ്ച് ഫ്രൈസ്. നല്ല ഫീലിങ്സ് ഉണ്ടല്ലേ? ഇത് പ്ലേറ്റ് ആണോ റോളാണോ? പ്ലേറ്റ് ഷവർമ ആക്കേണ്ടി വരും. ഞാൻ തന്നെ ട്രൈ ലാസ്റ്റ് എന്തായാലും ഇത്രയും കിട്ടൂല. ഫസ്റ്റ് ആരെ ട്രൈ ചെയ്യണം? അവരെ ഏറ്റവും ആദ്യം കൊടുത്ത് കല്യാണം കഴിച്ചാൽ അവരെ ട്രൈ ചെയ്യട്ടെ. അതെന്തൊരു പരിപാടി? ഏറ്റവും ആദ്യം അവന് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതാണ്. ആദ്യത്തെ കടി അവന് കൊടുക്കട്ടെ. ആദ്യത്തെ കടിയിലൊന്നും കാണത്തില്ല, നടുക്കല്ലേ കാണത്തുള്ളൂ. കടിയാ ആദ്യത്തെ കടി കടി മാത്രമേ ഉള്ളൂ. ഇവൻ പറഞ്ഞ റൂട്ടിൽ തന്നെ പോകും കേട്ടോ. ആദ്യം കല്യാണം കഴിച്ചവര് നമ്മളവസാനം മൂച്ചി പോകണ. നിങ്ങൾ 3 പേർക്ക് ഇല മാത്രം. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ വാഴയില എടുത്തതിന് പലരും ചോദിച്ചായിരുന്നല്ലോ. ഈ വാഴയില വെച്ചാണ് നമ്മളെ റോൾ ചെയ്യുന്നത്. അതിനാണ് അവൻ കേരള തനിമ കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലായതേ ഇല്ല. നീ ഇപ്പോഴെങ്കിലും അത് റിവീൽ ചെയ്ത് നന്നായി. ഷവർമ്മയുടെ പേപ്പർ പോലെ ഇവിടത്തെ വാഴയിലാണ് ഇതിന്റെ ഓ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. ഇത് വാഴയില തിന്നേണ്ടി വരില്ല. പോത്തിന് കൊടുക്കാറുള്ളത് വാഴയിലയിൽ വെച്ച് ചില ഇങ്ങനെ എടുത്ത് വെക്കുക. അവള് വാഴയിലയും കൂടെ നമ്മള് തിന്നൂലേ? ഒന്നുകൂടെ റോൾ ചെയ്ത് വാഴയില അകത്ത് കയറിയാണ്. ഇനിയാണോ ഈ ആദ്യ ദാസന് എനിക്ക് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ റോൾ ഷവർമ്മ, വാഴയില ഷവർമ്മ ചെറുക്കൻ തന്നെ ഉണ്ടാക്കിയ ആള് കഴിക്കണം. ആദ്യമേ പറഞ്ഞ ആദ്യം കല്യാണം അല്ല, ഞാൻ അഭിപ്രായം പറയാൻ ഒരു തുള്ളി വെളി കളയാതെ കഴിക്കണം. എങ്ങനെ ഇവിടെ കറക്റ്റ് നിവേദ്യം തിന്നണൊക്കെ ഉണ്ടാവും. തിന്നാൻ പോകണം. അടിയിൽ പൊത്തി പിടിച്ചോ. വെള്ളരിക്ക മാത്രമേ കിട്ടിയുള്ളൂ. വെള്ളരിക്ക മാത്രമേ കയറിയുള്ളൂ. വെള്ളരിക്ക വെള്ളരിക്ക അപ്പൊ കുറച്ചുകൂടെ താഴോട്ട് നോക്കും. ഡീപ്പ് ബൈറ്റ് ഇറ. ഡീപ്പ് ബൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം കൂടെ
ഒഴിച്ചെടുക്ക ഇറങ്ങാൻ. അപ്പോൾ നമ്മളെ പൊന്നോമന കുട്ടനായ നാരായണൻകുട്ടി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ കണ്ടോ? അതെ, എന്താണെന്ന് കണ്ട ഞെട്ടും. നല്ലൊരു ഷവർമ നമ്മളിനി അത് കഴിക്കാൻ പോവുകയാണ്. ട്രൈ ചെയ്ത് നോക്കാം. വാഴയിലേക്ക് ഉപയോഗിച്ചോ? വാഴയില ഉപയോഗിച്ച് അത് ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടി ഞാൻ വാഴയില ഉപയോഗിച്ചാണ്. ഇൻസ്റ്റന്റ് ഷവർമ അല്ലേ? ഇനി നമുക്ക് യവന്മാർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് അത് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ അല്ലേ, അത് തന്നെ നമ്മുടെ അതിഥികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വിശേഷ ബലം തായ്ലാന്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നല്ലൊരു അതെ ഇതെന്തോ ഭയങ്കര അതിന്റെ മണം എന്ന് വെച്ച് കഴിഞ്ഞാ കൊതി വരുന്നു. പാക്കിങ് ആക്കണ്ട. കുറച്ച് തെറിച്ചവന്റെ വായിൽ പോയിരുന്നു. പേടി, ഒരു ഭയം. ഭയമൊന്നുമില്ല. എടാ ഇത് നല്ല മൃതസഞ്ജീവിനിയാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ചാവൂല. അത്ര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് അതിൽ എഴുതി വെച്ചേക്കണ അവിടെ. എവിടെ? ലുലുല്. ലുലു ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഒരു കിഴങ്ങ് അറിഞ്ഞും ഇത് പച്ചയല്ലടാ, പഴുത്തതാ. കളർ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. കഴിക്കടാ. അല്ലല്ല, അവ കുട്ടിക്ക് ഇവിടെ എന്തായാലും കുട്ടിക്ക് കോവിഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് ഫസ്റ്റ് കുട്ടിക്ക് കൊടുക്കാം. തുപ്പല് തുപ്പല് കഴിക്കടാ. ടേസ്റ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നും വരൂല. നല്ല ടേസ്റ്റ് ഇല്ലേ? അരിയുണ്ട്, അത്രയും കഴിക്കുകയൊക്കെ ചെയ്യാം. അവന് ഇഷ്ടപ്പെട്ടു സാധനം ഒന്നും. ചക്ക, സ്ട്രോങ് ആയിട്ടുള്ള ചക്ക. കുട്ടി ഓവറാക്കിയത് കൊള്ളാടാ. ഞാൻ ഒരെണ്ണം കഴിച്ചോട്ടെ. അവക്കാടോ സ്ലൈമി ടെക്സ്ചർ ഇല്ലേ, അതുണ്ട്. ഒരു കൂഴച്ചക്കയുടെ ഇതും കൂടി കൊള്ളാടാ. കഴിച്ചോണേ. കൊള്ളാമോ? ദാസ എന്നെ വെറുപ്പിച്ചു. കൊള്ളാമോ? തീർന്നു. കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു പഞ്ച്, ഭയങ്കര ഫ്ലേവറാ. കഴിച്ചോണേ. കഴിക്കാം കഴിക്കാം. സ്മെല്ല് എങ്ങനത്തെയാണ് അതൊന്ന് പറഞ്ഞു നോക്കൂ. അല്ലേ, ഭയങ്കര സ്ട്രോങ് ഫ്ലേവർ അല്ലേ? അല്ലാണ്ട് കഴിക്കും. കൊള്ളാലോ. ഒരു ചക്കയുടെ ഒരു അഴുവിയ ടേസ്റ്റ് അല്ല, ഒരു ഗാർലിക്കിന്റെ അല്ലേ? എനിക്ക് അഖിലേഷ് അറിഞ്ഞു വിടണം, മണം അറിയാൻ വയ്യ. ഓക്കെ, അടുത്ത അരുൺ ചേട്ടൻ കഴിക്കാൻ പോവാണ്. കുരുവിനല്ലേ കൊള്ളാലോ. കുഴപ്പമില്ല. നിനക്ക് വേണോ അഖിലേഷേ? അഖിലേഷ് അഖിലേഷ് തിന്ന് മൃതസഞ്ജീവി മരിക്കൂല. ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു ബട്ടറിന്റെ ബട്ടർ ക്രീമിന്റെ ഒക്കെ ടെക്സ്ചറാണ്. ശരിക്കും നിനക്ക് പ്രോട്ടീന് വേണ്ടി നമ്മളെ തായ്ലൻഡിൽ നിന്ന് വരുത്തിയതാ. വേണ്ട, എനിക്ക് വയ്യ. രാത്രി കല്യാണത്തിന് ഇത് ഇറക്കി തരട്ടെ. വേണ്ട. ഷെയ്ക്ക് അടിച്ചോണ്ട് വരാം. നിന്റെ റൂമിന്റെ സൈഡിൽ ഭദ്രമായിട്ട് ഇട്ടേക്കാം. രണ്ട് മൂലയ്ക്കായി. അതിന് ഞാൻ രാത്രിക്ക് റൂമിൽ കയറുമെന്ന് ആര് കണ്ട്? നീ ഇവിടെ എന്നെ എന്നെ താലി കെട്ട് കഴിഞ്ഞാൽ പിന്നെ നിലത്ത് തീർത്തൊന്ന് കണ്ടറിയണം. ഇങ്ങനെ പറയണ്ടായിരുന്നു. ഓഡിയൻസ് കാണുന്ന വലിയൊരു ഓഡിയൻസ്. നിങ്ങൾ ഉദ്ദേശിച്ചല്ല, എനിക്കിട്ട് പണി കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണക്കുറി വാങ്ങിയതാ. വെറൈറ്റി കല്യാണക്കുറിയാണ്. സൂപ്പറാണ്. സൂപ്പറാണ്. എല്ലാരും അടിച്ചിട്ട് കയറി അടിച്ചു കയറി വാ.
കല്യാണമാണ് ഗൈസ്, അടിച്ചു കേറി വാ. എല്ലാരും അടിച്ചു കേറി വരണം. എന്നിട്ട് ബ്ലർ ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ എത്തും. എത്തോ? വേറെ പണിയൊന്നും വെച്ച് ഓണം ആയതുകൊണ്ട് കടയിൽ ചിലപ്പോ അല്ലടാ, കടയിൽ ചിലപ്പോ ബ്ലോക്ക് ആയി. എന്തായാലും നമ്മളെത്തും. ഇടയിൽ എന്നെ എടുത്ത് അപ്പൊ എല്ലാരും നേരത്തെ തന്നെ എത്തി പരിപാടി കളറാക്കാൻ വേണ്ടി എല്ലാവരും എത്തും. അപ്പം ഇനി കല്യാണത്തിന് കാണാം. ഇവിടെ നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റേ ഷവർമ നല്ല എൻജോയ് ചെയ്തു നമ്മൾ. അപ്പോഴേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ കുട്ടി അടി.